ഹലോ ഗായ്സ്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നല്ലൊരു ഡേ ആണ്, നാളെ ഈദാണ്, ഇവിടെ ഹോളിഡേ ആണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഹോളിഡേ. അപ്പം നമുക്ക് എന്തുകൊണ്ട് കുറച്ച് നേരം സംസാരിച്ചിടാണ്. ഇത് ആക്ച്വലി ഒരു ഫുൾ ലെങ്ത് വീഡിയോ ആയിരുന്നു, പക്ഷേ അത് പിന്നീട് ഞാൻ ചേച്ചി കട്ട് ചെയ്തിടാറ്, കാരണം ഇത് ഒരു മോർ ദാൻ 1 hour 2 hour അടുത്തെത്തിയിട്ടുണ്ട് ഈ വീഡിയോ. സോ ഐ തോട്ട് ലൈക്ക് ഓക്കെ, എനിവേസ് നമുക്കത് 2 പാർട്ടായിട്ട് കാണാം. ഒരു ബിരിയാണി മേക്കിംഗ് വീഡിയോ ആണ്, ഒരു ഫിഷ് കറി അല്ല, ഫിഷ് ബിരിയാണി റെസിപ്പിയും, പിന്നെ എൻ്റെ ജിം വ്ളോഗും, എ ഡേ ഇൻ മൈ ലൈഫ് ഇൻ ജിം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ കണ്ടന്റ്. പക്ഷെ ഗൈസ്, എനിക്കത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്. സോ എൻ്റെ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് ലൈക്ക് 2 weeks ബാക്കാണ്. So far I have like 168 subscribers. Yeah, 186 subscribers by the way. അപ്പം പക്ഷെ എൻ്റെ ചാനലിൽ വ്യൂ എന്ന് പറയണത് ഓൾമോസ്റ്റ് ലൈക്ക് ഇറ്റ് ബിക്കെയിം 6.4K വ്യൂസ് ഒക്കെ ആയിട്ടുണ്ട്. ഓർ ലൈക്ക് ഈവൻ 6K, it's 24K വ്യൂസ് ഇൻ മൈ ചാനൽ. പക്ഷെ എന്തുകൊണ്ട് നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിൻ്റെ കണ്ടന്റ് കൊള്ളാത്തതുകൊണ്ടാണോ, അതെയോ ദ വേ ഐ ഷൂട്ട് ഇസ് നോട്ട് റൈറ്റ് അതുകൊണ്ടാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഇഫ് യു ക്യാൻ ജസ്റ്റ് കമൻറ്റ് ഡൗൺ, ഓക്കെ ചേച്ചി ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾക്ക് കുറച്ചും കൂടെ താല്പര്യമായിരിക്കും, അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് ഓഫ് വീഡിയോസ് എടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ ഇംപ്രൊവൈസ് ആൻഡ് ഐ ക്യാൻ മേക്ക് എ ന്യൂ വീഡിയോ ഫോർ യു. ചിലവർ പറയുന്നുണ്ട് ലൈക്ക് ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് ടൈം ഐ സ്റ്റാർട്ടഡ് ദ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് നോട്ട് ലൈക്ക് എന്തേലും ലൈക്ക് ചുമ്മാ എനിക്ക് ഓൾ ഓഫ് എ സഡൻ ഞാൻ എഴുന്നേറ്റ് വന്നു എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒത്തിരി പൈസ ഉണ്ടാക്കണം, ഫെയിം ആവണം, അങ്ങനെയൊന്നുമില്ല. കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങണം. എൻ്റെ പാഷൻ ഡാൻസും കുക്കിങ്ങും ഞാൻ ട്രാവൽ ചെയ്യുന്നതും എല്ലാം കാണിക്കണം എന്നുള്ളത്. ട്രാവലിംഗ് വ്ളോഗ്സ് ഭയങ്കര കുറവാണ്, ബിക്കോസ് ഞാനിവിടെ ഒരു ഫുൾ ടൈം ഫാർമസിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ദോഹയിൽ. അന്നേരം നമുക്കറിയാലോ, വെക്കേഷൻസും കാര്യങ്ങളും വരുമ്പോൾ മാത്രമേ നമുക്ക് ട്രാവൽ വ്ളോഗ്സ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഉള്ളൂ. പെർമിഷൻ എന്നല്ല, ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ട്രാവൽ വ്ളോഗ്സ് ഒക്കെ ഫോർ ഷോർ വരുന്നുണ്ട്, അറ്റ് ദ ഏർലിയസ്റ്റ് തന്നെ വരുന്നുണ്ട്. സോ വി ആർ പ്രിപ്പയറിംഗ് ഫോർ ഇറ്റ്. ഇറ്റ്സ് എ ബിഗ് ഓൾമോസ്റ്റ് ഒരു 10 days ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് എ സർപ്രൈസ്. ഓക്കെ, ഞാനത് എന്തായാലും നിങ്ങളുടെ അടുത്ത് റിവീൽ ചെയ്യും ഫോർ ഷോർ. പക്ഷെ അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്നായി വരുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തായാലും പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് സബ്സ്ക്രിപ്ഷനെ കുറിച്ച്. ജസ്റ്റ് ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കാനല്ലേ ഉള്ളൂ ഗൈസ്. നമ്മൾ ഈ യൂട്യൂബ്, ഞാനെന്നല്ല ഏത് യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ആ ഒരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഡെയിലി നമ്മൾ നോക്കുമ്പം 86, 90, 100 ആ ഒരു നമ്പർ ഹൈക്ക് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത് നിങ്ങൾക്ക് എന്തുമാത്രം ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ വെൻ യു ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ് ആൻഡ് സീ ഓ മൈ ഗോഡ് ഐ ഹാവ് റീച്ച്ഡ് 200 subscribers, 300 subscribers ആസ് എ ന്യൂ കമ്മർ. അപ്പം അത് ഭയങ്കര ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ് ഗൈസ്. ലൈക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ എന്നതാ അടുത്ത ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടന്റിലോട്ട് എത്തിച്ചേരാനായിട്ട് ഭയങ്കര ഒരു മോട്ടിവേഷനാണ് അത് കാണുമ്പോൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ആസ് എ ന്യൂ കമ്മർ എനിക്കിതിൻ്റെ ഈ ക്യാമറ സ്പേസിങ് അല്ലെങ്കിൽ ആ ഗ്യാപ്പ് അല്ലെങ്കിൽ ഇവിടെ വെക്കണം അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ സ്റ്റിൽ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ഇത് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഞാനത് അഡാപ്റ്റ് ആയിട്ട് വരുന്നതേ ഉള്ളൂ. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. എൻ്റെ ചിലപ്പോൾ ക്യാമറ ഫോക്കസിങ്ങും എവിടെ നോക്കണം സ്ക്രീനിൽ, ഞാൻ യൂഷ്വലി സ്ക്രീനിൽ നോക്കിയാണ് സംസാരിച്ചത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ ക്യാമറയിൽ നോക്കി വേണം സംസാരിക്കാൻ. എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ഞാൻ ഗ്രാജുവലി പഠിച്ച് ഓരോന്ന് വരുന്നുണ്ട്. പിന്നെ ഏതിൽ എഡിറ്റ് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, അതൊന്നും അറിയണ്ടായിരുന്നില്ല. അതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട്. ഈ 180 സബ്സ്ക്രൈബേഴ്സും എനിക്ക് എൻ്റെ ഫാമിലി പോലെ തന്നെയാണ് ആസ് ഓൾവേസ്. അപ്പം ഞാൻ ഉള്ളതിൽ കുറ്റങ്ങളും കുറവുകളും ഒക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഫാമിലിയുടെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ മനസ്സിലാക്കി അതെല്ലാം ഇംപ്രവൈസ് ചെയ്ത് വരുന്നുണ്ട്. സോ ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ ഞാൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉള്ള ഒരു വ്ളോഗറായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാനിപ്പോൾ വന്നത് എല്ലാവർക്കും, എൻ്റെ ഫാമിലീസിനും ഫ്രണ്ട്സിനും എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഒരു അടിപൊളി ഈദ് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ വിഷിങ് യു ഓൾ എ വെരി ഈദ് ഫോർ എവ്രിബഡി. അപ്പം വലിയ പെരുന്നാൾ എല്ലാവരും അടിച്ചു പൊള്ളിച്ച് ആഘോഷിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം ഈ ലോകത്ത് ഈദ് സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഫാമിലിയുടെയും വക ഈദ് മുബാറക്.